മനസ്സിനെ വല്ലാതെ നടുക്കിയ ക്രൂരതയുടെ വാർത്ത കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്ന് ഇന്നലെയാണ് കേട്ടത്. ഗർഭിണിയായ തന്റെ പങ്കാളിയെ യുവാവ് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, ഇസ്തിരിപ്പെട്ടിക്കൊണ്ട് പൊള്ളിച്ചു. ഒടുവിൽ അയൽവാസികളുടെ സഹായത്തോടു കൂടി യുവതി രക്ഷപ്പെട്ടു. ഇന്ന് കോടഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഷാഹിദ് റഹ്മാൻ എന്ന ആ യുവാവിനെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കോടതിക്ക് മുൻപിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു. എന്നാൽ ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് FIR-ൽ പറയുന്നത്. യുവാവ് മുറിയിൽ പൂട്ടിയിട്ടു എന്ന് മാത്രമല്ല, ഇരു കൈകളും ഉപയോഗിച്ച് യുവതിയുടെ കണ്ണിന് അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. വൈദ്യുതിക്ക് ഉപയോഗിക്കുന്ന വയർ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ വരെ ശ്രമിച്ചു. ഇസ്തിരിപ്പെട്ടി കൊണ്ട് ദേഹമാസകലം പൊള്ളിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഈ ക്രൂരത FIR-ൽ വിവരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചത്. ഏറെക്കാലം ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. കുറെ കാലം അമ്മയും ഈ വീട്ടിൽ, കോടഞ്ചേരിയിലെ വീട്ടിൽ ഇവരോടൊപ്പം താമസിച്ചിരുന്നു. എന്നാൽ ഒരിടയ്ക്ക് അമ്മയെ വീട്ടിൽ നിന്ന് യുവാവ് പുറത്താക്കിയെന്നും പറയുന്നുണ്ട്. അമിതമായ ലഹരി ഉപയോഗമാണ് ഈ ക്രൂരതയ്ക്ക് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. യുവതിയെ മർദ്ദിച്ചപ്പോൾ പോലും പൊള്ളിച്ച സമയത്തുമൊക്കെ അമിതമായ ലഹരി ഈ യുവാവ്, ഷാഹിദ് റഹ്മാൻ എന്ന യുവാവ് ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്കടക്കം യുവാവിനെ കൊണ്ടുവന്ന സമയത്തും ഒരു കൂസലും ഈ പ്രതിക്കില്ലായിരുന്നു. പരിശോധനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്തു പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പരിഹാസത്തോടു കൂടിയാണ് ഈ യുവാവ് കടന്നുപോയത്. അതിഗുരുതരമായ പൊള്ളലേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ഒരു പക്ഷേ ഈ രക്ഷപ്പെടാൻ ഈ യുവതിക്ക് സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ആ മുറിയിൽ ആ യുവതിയുടെ ജീവൻ അവസാനിച്ചേനെ. കുറേ ദിവസം ഭക്ഷണം പോലും കിട്ടാതെ ആ മുറിയിൽ കിടന്നുവെന്നാണ് പറയുന്നത്. യുവാവ് പുറത്തുപോയ തക്കം നോക്കിയാണ് ശബ്ദമുണ്ടാക്കി അയൽവാസികളെ വിവരമറിയിച്ചത്. അയൽവാസികൾ എത്തിയതോടുകൂടിയാണ് യുവതിക്ക് ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടാനും പോലീസിലെത്താനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്താനും ഒക്കെ സാധിച്ചത്. കോഴിക്കോട് നിന്ന് ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരതയുടെ ഒരുപാട് വാർത്തകൾ ഇതുപോലെ വരുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ വാർത്തകൾ വന്നിട്ടും നടപടികൾ ഉണ്ടായിട്ടും ഇതേപോലത്തെ സംഭവങ്ങൾ, ക്രൂരതകൾ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.